അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു മുഗൾ രാജഭരണം, മുഗൾ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ പവർഫുൾ ആയിട്ടൊരു റൂളിംഗ് എംപയർ ആണ് അല്ലേ? റൂളേഴ്സ് ആയിട്ടുള്ള ഭരണാധികാരികളായിട്ടുള്ളൊരു സാമ്രാജ്യമാണ് ഏത് മുഗൾ സാമ്രാജ്യം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ആദ്യത്തെ പാർട്ട് ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ആരുടെ അധീനതയിലായിരുന്നു? മുഗൾ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. അപ്പൊ ശരിക്ക് എങ്ങനെയാണ് ഇവർ ഈ രാജ്യം മുഴുവൻ ഭരിച്ചത് അല്ലേ? ആകെ ഒരു ഭരണാധികാരി മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്ന് കാണുന്ന പോലെ പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാര്, ഓരോ സംസ്ഥാനങ്ങൾക്ക് മുഖ്യമന്ത്രി, അങ്ങനെ ദിവസമൊന്നും പണ്ടില്ല അല്ലേ? അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യത്തെ പ്രധാനമായിട്ടും ഇവരെങ്ങനെയാണ് ഭരിച്ചത് അല്ലേ? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്തൊരു പോയിന്റ്, ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. എന്താണ് മക്കളെ? അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഡ്യൂറിങ് മുഗൾ എംപയർ അല്ലേ? അപ്പം മുഗൾ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം നോക്കാം. ഇപ്പൊ ഇന്ന് നമ്മൾ അറ്റ് പ്രസന്റ് ചിന്തിക്കുക, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്. എന്താണ് ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ ഓർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, ലോകത്തില് വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 7ാം സ്ഥാനം അല്ലേ? വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ്. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? നിലവിൽ ഇന്ത്യ അല്ലേ? ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമുള്ള രാജ്യവും ഇന്ത്യയാണ്. പിന്നെ നമുക്ക് കാണാൻ മറ്റൊരു പ്രത്യേകത, ഇന്ത്യയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ബുദ്ധമതരും ജൈനമതസ്ഥരുമായിട്ട് ഒരുപാട് മതവിഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു കൺട്രിയാണ് ഇതെന്നറിയപ്പെടുന്നത്, നമ്മുടെ ഇന്ത്യ എന്നറിയപ്പെടും. ശരിക്ക് ഈ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് ഒരുപാട് പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്നത് ആരാണ്? നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റാണ് അല്ലേ? ഗവൺമെന്റ് എന്നറിയപ്പെടുമ്പോൾ പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാർ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും അധികാരം എത്തണമെങ്കിൽ അല്ലേ? ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ താമസിക്കുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരിക്കും. ആ മുനിസിപ്പാലിറ്റിക്ക് വാർഡുകൾ ഉണ്ടാവും. ആ ഒരു വാർഡിലായിരിക്കും നിങ്ങൾ എന്താക്കുക? താമസിക്കുക. സ്വാഭാവികമല്ലേ? ആ വാർഡിൽ താമസിക്കുന്ന സമയത്ത് എന്താണ് അല്ലേ? ആ വാർഡ് ചേരുന്നു, ആ വാർഡ് കുറേ വാർഡുകൾ ചേർന്നൊരു പഞ്ചായത്താവുന്നു, കുറേ പഞ്ചായത്തുകൾ ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്താവുന്നു, കുറേ ബ്ലോക്ക് പഞ്ചായത്തുകൾ ചേർന്നൊരു ജില്ലാ പഞ്ചായത്താവുന്നു, കുറേ ജില്ലാ പഞ്ചായത്തുകൾ ചേർന്നൊരു സംസ്ഥാന ഗവൺമെന്റ് ആവുന്നു, കുറേ സംസ്ഥാനങ്ങൾ ചേർന്നൊരു ഇന്ത്യ ഗവൺമെന്റ് ആവും അല്ലേ? അപ്പൊ ശരിക്ക് പ്രധാനമന്ത്രി ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കുന്ന സമയത്ത് അത് ഇന്ത്യയിലെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലെ, ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ, ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലെ, ഏതെങ്കിലും ഒരു വാർഡിലെ ഒരാൾക്ക് അതിൻ്റെ ലാഭം കിട്ടണമെങ്കിൽ അല്ലേ, അതിൻ്റെ സാമ്പത്തിക സഹായം എത്തണമെങ്കിൽ നമുക്കവിടെ മനസ്സിലാവും എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. ദ പവർ ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ഡിസ്ട്രിക്ട്സ് അല്ലേ? ഇന്ത്യയിലെ അധികാരങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ജില്ലകൾക്കുമായിട്ടും എന്തായിട്ടുണ്ട്? വിഭജിച്ച് നൽകിയിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യയിൽ ഈ സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ നോക്കുക, അതത് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റാണ്. ആ വലിയൊരു കേരളം എന്ന് പറഞ്ഞ ഒരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ ഒരാൾക്ക് കൃത്യമായി നോക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അതെന്താക്കി? വിഭജിച്ചു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. എങ്ങനെ? ജില്ലകളായിട്ട്. അങ്ങനെ എത്ര ജില്ലകൾ? 14 ജില്ലകൾ. 14 ജില്ലകളെയും എന്താക്കി? പിന്നെ ആ ഓരോ ജില്ലയെടുത്ത് പിന്നെയും എന്താക്കുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. എങ്ങനെ? ബ്ലോക്ക് പഞ്ചായത്ത്. ആ ബ്ലോക്ക് പഞ്ചായത്തിനെ പിന്നെയും എന്താക്കുന്നു? ഡിവൈഡ് ചെയ്യുന്നു, ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിനെ പിന്നെയും ഡിവൈഡ് ചെയ്യുന്നു, വാർഡുകൾ. അങ്ങനെ ഒരു വാർഡിലെ ആളുകൾക്ക് പോലും എന്താക്കാൻ പറ്റും? കൃത്യമായി ഭരണം എത്തിക്കാൻ ഇന്നത്തെ ഗവൺമെന്റിന് സാധിക്കുന്നു. ഇതിനെയാണ് ദ പവർ ഡിസ്ട്രിബ്യൂഷൻ
അധികാര വിഭജനമെന്ന് പറയുക. ആ അധികാര വിഭജനം മുഗൾ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. വലിയൊരു രാജ്യത്തെ എന്താക്കി ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി എന്താക്കി 4ആയിട്ട് തരംതിരിച്ചു. ആ 4 മക്കളെ ഏത്? ഏറ്റവും ടോപ്പിൽ സുബകൾ, അല്ലേ? സുബകൾക്ക് താഴെ സർക്കാർ, അല്ലേ? സർക്കാരുകൾ. അതുപോലെ തന്നെ പർഗാനാസ്, അല്ലേ? പർഗാനകൾ. പിന്നെ ഗ്രാമങ്ങൾ. നമ്മൾ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ? കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാനം, ജില്ല, പഞ്ചായത്ത്, അല്ലേ? അപ്പൊ ഏറ്റവും ടോപ്പിൽ ആരാണ്? സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യയിലെ കേസാണ്. അവിടെ എന്താണ്? സുബകൾ. അതിന് തൊട്ട് താഴെ ആരാണ്? നമുക്കാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇവിടെ ആരാണ്? സർക്കാരുകൾ. ദെൻ നെക്സ്റ്റ് വരികയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ്, അല്ലേ? ഇവിടെയാണെങ്കിൽ പർഗാനകൾ. ദെൻ പഞ്ചായത്ത്. ഇവിടെയാണെങ്കിൽ ഗ്രാമം. കണ്ടില്ലേ? അപ്പൊ ഈ രീതിയിൽ എന്താക്കുന്നു? അധികാരം വിഭജിച്ച് നൽകുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതേ രീതിയിൽ മുഗൾ കാലഘട്ടത്തിലെ ആ വലിയൊരു രാജ്യത്തെ എന്താക്കി? 2ആയിട്ട് തരംതിരിച്ചിരുന്നു, 4ആയിട്ട് തരംതിരിച്ചിരുന്നു. എന്നിട്ട് എന്താക്കി? അവിടെ കാര്യങ്ങള് ഭരണം നടത്തിയിരുന്നത്. അപ്പൊ മക്കൾ പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്റ്റാർ മാനറ്റോക്കർ റെഡി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ എന്താക്കും നമ്മുടെ ഉദാഹരണം അടക്കമെടുത്ത് പറഞ്ഞു തരുന്നത്. ഇനി അപ്പൊ ഇവിടെ സുബകൾക്ക് കാര്യം നോക്കാൻ ഒരാളുണ്ടാവും, സർക്കാരിന്റെ കാര്യം നോക്കാൻ ഒരാളുണ്ടാവും, പർഗാനയുടെ കാര്യം നോക്കാൻ ഒരാളുണ്ടാവും, ഗ്രാമത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ ഒരാളുണ്ടാവും. ഇവരെല്ലാവരും അണ്ടർ ദി കൺട്രോളർ ഓഫ് കിങ്, അല്ലേ? ചക്രവർത്തിയുടെ കീഴിലായി. ഓക്കെ, അതാണ് പഠിക്കുന്നത്. കണ്ടില്ലേ? ദ സുപ്രീം വാസ് ദ എംപറർ വാസ് ദി സോവറിൻ അതോറിറ്റി ഓഫ് ദി കൺട്രി, അല്ലേ? എന്താണ്? ഇവരൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ സുപ്രീം അതോറിറ്റി എന്ന് അറിയപ്പെടുന്ന ആരാണ്? എംപറർ. അക്ബർ ചക്രവർത്തിയാണെങ്കിൽ അക്ബർ ആയിരിക്കും ഏറ്റവും ടോപ്പ്, അല്ലേ? മാത്രമല്ല അദ്ദേഹമാണ് കമാൻഡർ ഇൻ ചീഫ്, അല്ലേ? അദ്ദേഹമാണ് ദ ലോ മേക്കർ ആൻഡ് സുപ്രീം ജഡ്ജ്. അപ്പൊ അദ്ദേഹം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള ചുമതലയൊക്കെ ആർക്കാണ്? അദ്ദേഹത്തിന് തന്നെയാണ്, അല്ലേ? അദ്ദേഹമാണ് സുപ്രീം ആൻഡ് സോവറിൻ അതോറിറ്റി എന്നറിയപ്പെടുന്നത്, അല്ലേ? എന്താ? രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരമാധികാരിയാണ് അദ്ദേഹം. സോവറിൻ അതോറിറ്റി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ സുപ്രീം ജഡ്ജ്, അല്ലേ? സുപ്രീം കമാൻഡർ ഇൻ ചീഫ് എന്ന് പറഞ്ഞാൽ സൈനിക മേധാവി അദ്ദേഹമാണ്. അതുപോലെ തന്നെ ലോ മേക്കർ, നിയമദാതാവുമാരാണ്, നിയമങ്ങൾ നിർമ്മിക്കുന്നതുമാരാണ്, രാജാവാണ്. ആൻഡ് ദി സുപ്രീം ജഡ്ജ്, ഇതിന്റെ എല്ലാ കാര്യത്തിലും അവസാനം തീരുമാനം പറയുന്ന ആളുമാരാണ്, അല്ലേ? അപ്പൊ രാജ്യത്തിന്റെ പരമാധികാരിയും രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും ന്യായാധിപനുമാര് തന്നെയാണ്, ചക്രവർത്തിയാണ്, അല്ലേ? അപ്പൊ ഈ രീതിയിലൊക്കെ പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഒക്കെ അപ്പെക്സ് അതോറിറ്റി, എ സോവറിൻ റൂളർ, എ സുപ്രീം ജഡ്ജ്, ദ മെയിൻ ലോ മേക്കർ ഇൻ കമാൻഡർ ചീഫ് എന്നൊക്കെ അറിയപ്പെടുന്ന ആര് തന്നെയാ? ദ എംപറർ, അല്ലേ? ചക്രവർത്തി. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് മക്കളോട് എന്താക്കണം? പഠിച്ചു വെക്കണം. ക്ലിയർ അല്ലേ? യെസ്. സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കണം കേട്ടോ. പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ, ശരിയല്ലേ?